പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലുണ്ടായ തടസ്സം ഇന്ത്യയുടെ ഇറക്കുമതിയെ ബാധിച്ചപ്പോൾ പെട്രോളിനേക്കാളും ഡീസലിനേക്കാളും വേഗത്തിൽ പ്രതിസന്ധി അനുഭവപ്പെട്ടത് പാചകവാതകത്തിനാണ്. പെട്രോൾ ഡീസൽ വിതരണം സാധാരണ നിലയിലായിരിക്കുമ്പോഴും പാചകവാതകത്തിന് രാജ്യം കടുത്ത പ്രതിസന്ധി നേരിടുന്നതിന് പിന്നിൽ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ ലഭിക്കുന്നതിനാലും അവയ്ക്ക് വലിയ സംഭരണ ശേഖരം ഉള്ളതിനാലുമാണ് പെട്രോൾ ഡീസൽ വിതരണം തടസ്സമില്ലാതെ പോകുന്നത്. അതേസമയം ഇന്ത്യക്ക് ആവശ്യമായ LPGയുടെ പകുതിയിലധികവും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നതും ഇവ സൂക്ഷിച്ചു വയ്ക്കാൻ മതിയായ സംഭരണ സൗകര്യങ്ങൾ ഇല്ലാത്തതുമാണ് രാജ്യം നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയായി മാറുന്നത്. പെട്രോളൊക്കെ സൂക്ഷിച്ചു വയ്ക്കാൻ നമുക്ക് വലിയ സംഭരണശാലകളുണ്ട്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഈ സാഹചര്യം മറികടക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആഗോള സംഘർഷങ്ങൾ സാധാരണക്കാരുടെ അടുക്കളയെ നേരിട്ട് ബാധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആഭ്യന്തര ഉൽപാദനം കുറവായതും കഴിഞ്ഞ ദശകത്തിൽ പാചകവാതക ഉപഭോക്താക്കളുടെ എണ്ണത്തിലുണ്ടായ വർധനവും ഈ പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നതായി വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. LPG ക്ഷാമം ഗാർഹിക വാണിജ്യ മേഖലകളെ ഒരുപോലെ ബാധിച്ചിട്ടുണ്ട്. പാചകവാതക ഏജൻസികൾക്ക് മുന്നിൽ ഉപഭോക്താക്കളുടെ നീണ്ട നിരകൾ പ്രത്യക്ഷപ്പെടുകയും സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാൻ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഗാർഹിക ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതിനായി വാണിജ്യ സിലിണ്ടറുകളുടെ വിൽപ്പന സർക്കാർ താത്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി കരിഞ്ചന്തയിൽ സിലിണ്ടറുകളുടെ വില വർദ്ധിച്ചു. മാത്രമല്ല, ആവശ്യത്തിന് സിലിണ്ടറുകൾ ലഭിക്കാതെ വന്നതോടെ ഡസൻ കണക്കിന് ഹോട്ടലുകളും ഭക്ഷ്യ ഉൽപാദന കേന്ദ്രങ്ങളും അടച്ചുപൂട്ടുകയും ചെയ്തു. ഇന്ത്യ പ്രതിവർഷം 31 ദശലക്ഷം ടണ്ണിലധികം LPG ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ പകുതിയിലധികവും ഇറക്കുമതി ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഇതിൽ 80 മുതൽ 90% LPG കാർഗോകളും ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് കടന്നുപോകുന്നത്. UAE 40%, ഖത്തർ 22%, സൗദി അറേബ്യ 15%, കുവൈറ്റ് 15% തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയുടെ LPG ഇറക്കുമതിയുടെ 92% വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാതയിൽ ഉണ്ടാകുന്ന ഏത് തടസ്സവും നേരിട്ട് ഇന്ത്യയിലെ അടുക്കളകളെ ബാധിക്കുന്നു. ഉജ്ജ്വല യോജന പോലുള്ള പദ്ധതികളിലൂടെ ഗ്രാമീണ മേഖലയിലടക്കം LPG കണക്ഷനുകൾ വൻതോതിൽ വർദ്ധിച്ചു എന്നതും മറ്റൊരു കാരണമാണ്. 2016-ൽ 16.6 കോടിയായിരുന്ന കണക്ഷനുകൾ 2025-ഓടെ 33 കോടിയായി ഉയർന്നു. വിറകിൽ നിന്നും മറ്റ് പാചകവാതകത്തിലേക്കുള്ള ഈ മാറ്റം ജനങ്ങളുടെ ആശ്രിതത്വം വർദ്ധിപ്പിക്കുകയും വിതരണ തടസ്സങ്ങൾ പെട്ടെന്ന് വലിയ പ്രതിസന്ധിയായി മാറാൻ കാരണമാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെ ഇന്ത്യൻ അടുക്കളകളെ ബാധിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നിലവിലെ LPG പ്രതിസന്ധി. പെട്രോളിനും ഡീസലിനും LPGയുടെ അത്രയും ആഘാതം ഏൽക്കാത്തതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് ഉള്ളത്. വിതരണത്തിലെ വൈവിധ്യമാണ് അതിലെ ഒന്ന്. ഇന്ത്യ 40-ലധികം രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിച്ചതോടെ ക്രൂഡ് ഓയിലിന്റെ 70% ഹോർമൂസ് കടലിടുക്കിന് പുറത്തുള്ള പാതകളിലൂടെയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. കരുതൽ ശേഖരമാണ് മറ്റൊരു പ്രധാന കാരണം. വിശാഖപട്ടണം, മംഗലാപുരം, പാട്ടൂർ എന്നിവിടങ്ങളിൽ ക്രൂഡ് ഓയിൽ ശേഖരിക്കാനായി ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ പെട്രോളിയം കരുതൽ ശേഖരമുണ്ട്. ഇത് ആഴ്ചകളോളം ഉപയോഗിക്കാനുള്ള ഇന്ധനം ഉറപ്പാക്കുന്നുണ്ട്. എന്നാൽ LPG ശേഖരിക്കാൻ ഇത്തരത്തിൽ വലിയ സംവിധാനങ്ങൾ ഇന്ത്യക്കില്ല. നിലവിൽ LPG സംഭരണശേഷി 2 ദിവസത്തെ ഉപയോഗത്തിന് പോലും തികയില്ല എന്നതാണ്. ഭാവിയിൽ LPG സുരക്ഷ ഉറപ്പാക്കാൻ ഭൂഗർഭ ഗ്യാസ് സംഭരണ പദ്ധതി സർക്കാർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഏകദേശം 4 ബില്യൺ ക്യൂബിക് മീറ്റർ ശേഷിയുള്ള സംഭരണശാലകളാണ് സർക്കാർ പദ്ധതിയുടെ ഭാഗമായി വിഭാവനം ചെയ്യുന്നത്. ഇതിനായി $1 മുതൽ $2 ബില്യൺ ചിലവും 3 മുതൽ 4 വർഷത്തെ നിർമ്മാണ സമയവും ആവശ്യമാണ്. നിലവിൽ വിശാഖപട്ടണത്തും മംഗളൂരുവിലും ചെറിയ തോതിലുള്ള LPG സംഭരണ അറകൾ ഉണ്ടെങ്കിലും പുതിയ പദ്ധതികൾ സാധ്യതാ പഠന ഘട്ടത്തിലാണ്. പ്രതിസന്ധി നേരിടാൻ സർക്കാർ നിലവിൽ പല അടിയന്തര നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. റിഫൈനറികളോട് പരമാവധി LPG ഉൽപ്പാദിപ്പിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞു. പെട്രോ കെമിക്കൽ ആവശ്യങ്ങൾക്കുള്ള പ്രൊപ്പൈൽ, ബ്യൂട്ടേൻ എന്നിവ പാചക വാതക നിർമ്മാണത്തിനായി തിരിച്ചുവിട്ടു.
ഇത് മാത്രമല്ല അമേരിക്ക, പടിഞ്ഞാറൻ ആഫ്രിക്കൻ എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ LPG എത്തിക്കാനുള്ള ശ്രമവും സർക്കാർ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായി സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവ ഇന്ത്യയിലെത്താൻ കൂടുതൽ സമയമെടുക്കും എന്നതും ചെലവ് കൂടും എന്നതുമാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി. നിലവിൽ ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യയിൽ നിന്നും, അതായത് ആ ഹോർമൂസ് കടലിടുക്കിൽ നിന്നും 28 ഇന്ത്യൻ കപ്പലുകൾ എണ്ണ വഹിച്ചുകൊണ്ട്, അതായത് പാചകവാതകവും വഹിച്ചുകൊണ്ട് എത്തുകയാണ്. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും പൂർണ്ണ സുരക്ഷയും ഇറാനും കൊടുത്തിട്ടുണ്ട്. ഇവരെയെല്ലാം അകമ്പടി സേവിച്ചുകൊണ്ട് ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളും ഹെലികോപ്റ്ററുകളും എല്ലാം തന്നെ സുരക്ഷ ഒരുക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ചെറിയൊരു ക്ഷാമം പൂർണ്ണമായി മാറും എന്നതാണ് വസ്തുത.